ദ്യാസ് റെസിപ്പിയിലെ ഇത് ജിജിയാണ്. ഇന്നെനിക്ക് 2-3 ഗസ്റ്റ് വരുന്നുണ്ട് വൈകുന്നേരം ചായക്കായിട്ട്. അവർക്ക് കൊടുക്കുന്ന ഈസി ആയിട്ടുള്ള 2-3 സ്നാക്കിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാം. ഇവിടെ നാട്ടിലെ പോലെ അൺഅനൗൺസ്ഡ് ആയിട്ട് ഗസ്റ്റ് വരുന്നത് വളരെ ചുരുക്കമാണ്. നമ്മളൊന്നില്ലെങ്കിൽ അവരെ ഡിന്നറിനോ ചായക്കോ ഒക്കെ വിളിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ അവർ പറയും ഇന്ന സമയത്ത് ഞങ്ങൾ അവിടെ വരുന്നുണ്ടെന്ന്. ചിക്കൻ കട്ട്ലറ്റും പഫ്സും പൂരി ഭാജിയും പ്ലം കേക്കുമാണ് ഞാൻ ടീ ടൈമിന് സെർവ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് ടേബിളൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം ഞാൻ ഈ പ്ലം കേക്ക് സ്റ്റോർ ബോട്ടാണ് സ്ലൈസ് ചെയ്യുന്നുണ്ട്. ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഞാൻ നേരത്തെ തന്നെ ഫ്രീസ് ചെയ്ത് ഇതുപോലെ സിപ്പ് ലോക്കിലാക്കി ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് വെക്കാറാണ് പതിവ്. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ബാച്ചായിട്ട് കൂടുതൽ ഇതുപോലെ ചിക്കൻ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി സിപ്പ് ലോക്കിലിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3 months വരെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പൂരിയുടെ മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റ് വന്ന് നമ്മൾ കുറച്ച് നേരം വർത്തമാനം കഴിയുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പൂരി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. ചൂടോടുകൂടി പൂരി സെർവ് ചെയ്യാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊരു സ്നാക്ക് ഐറ്റമാണ് എഗ് പഫ്സ് കേട്ടോ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം ബേക്കറി പോയിട്ടൊരു 5-6 പഫ്സ് മേടിച്ചിട്ട് വരും. ഇവിടെ പോകണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോർ അന്വേഷിച്ച് പോകണം, അല്ലെങ്കിൽ കേരള സ്റ്റോർ അന്വേഷിച്ച് പോകണം. അതിനെക്കാട്ടും ഈസിയാണ് ഇതുപോലുള്ള പഫ് പേസ്ട്രി മേടിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത്. 25 minutes കൊണ്ട് നമുക്ക് പഫ്സ് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊരു നല്ലൊരു മസാല ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പകുതി ബോയിൽഡ് എഗ്ഗ് വെച്ച് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് റെഡിയായി കിട്ടും. ഒരു പാക്കറ്റ് പഫ് പേസ്ട്രിയിൽ നിന്ന് ഞാൻ 12 പഫ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. മസാല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പകുതി മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുത്ത് ഇത് കവർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എഗ് വാഷ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 400 ഫാരൻഹീറ്റിൽ 20 minutes വരെ വെച്ച് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഫ്സ് കിട്ടും. ഗസ്റ്റിനെ ഇമ്പ്രസ് ചെയ്യാനുള്ള നല്ല സ്നാക്ക് ഐറ്റംസ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ്യാസ് റെസിപ്പി.